നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ ക്രിസ്മസ് എക്സാം നടക്കുകയാണ് അല്ലെ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എസ്എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ക്വസ്റ്റിന് 8 മാർക്ക് വെച്ചാണ് വരുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്ററും ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഷുവർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. നാളത്തെ എക്സാം പേപ്പറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ ക്വസ്റ്റ്യൻസ് ആവാൻ നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഈ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് എക്സാമിന് പോകുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് സ്റ്റഡീസിന്റെ 2024 ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ തന്നെ ആവാം നാളെ ചോദിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, വാട്ട് ആർ ഇസ് കണ്ടന്റ്സ്. ഇതായിരിക്കും എന്ത് ചെയ്യുന്നത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, എക്സ്പ്ലെയിൻ 4 അഡ്വാൻറ്റേജസ് ആൻഡ് 3 ലിമിറ്റേഷൻസ് ഓഫ് ഇറ്റ്. അപ്പൊ ഒന്നെങ്കിൽ അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജോ ചോദിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൽ വരുന്ന കണ്ടന്റ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ 8 മാർക്കിന് ക്വസ്റ്റ്യൻ മുമ്പ് 2023 2024 ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ റിട്ടൺ അഗ്രിമെന്റ് അല്ലെ. അതായത് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി അവര് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ട് അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്ന എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം നെയിം ഓഫ് ദ ഫേം വരണം, നേച്ചർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ് വരണം, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വേണം, ഇൻവെസ്റ്റ്മെന്റ് ബൈ ഈച്ച് പാർട്ണർ എത്രമാത്രം അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വരണം, ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വരണം, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വരണം, സാലറി ആൻഡ് വിഡ്രോവൽ വേണം. ഇനി ഒരു അഡ്മിഷൻ എങ്ങനെയാണ്, ഒരു പുതിയ പാർട്ട്ണറിന്റെ അഡ്മിഷൻ എങ്ങനെയാണ്, ഒരാൾക്ക് റിട്ടയർ ആകണമെങ്കിൽ എങ്ങനെയാണ് ചെയ്തത്, ഇതിനെക്കുറിച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ പറയണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ് പറയണം, പ്രൊസീജിയർ ഓഫ് ഡിസൊല്യൂഷൻ പിരിച്ചുവിടുന്നത് എങ്ങനെയാണെന്നുള്ള പറയണം, പ്രിപ്പറേഷൻ ആൻഡ് ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് എങ്ങനെയാണെന്ന് പറയണം, ആൻഡ് മെത്തേഡ് ഓഫ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഈ കണ്ടന്റുകൾ എന്ത് ചെയ്യണം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു മിനിമം 5-6 കണ്ടന്റെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള കാര്യം പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യുക, മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻസ് ചോദിക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം ഫോം ചെയ്യാൻ ഈസിയാണ്. കാരണം എന്താ, ഒരാൾ ഒറ്റയ്ക്കല്ല ഫോം ചെയ്യുന്നില്ല, നമ്മൾ 2-3 ഫ്രണ്ട്സ് ഒന്നിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലേ. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യുന്നതിലും കുറച്ച് ആളുകൾ ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് എന്ത് വേണ്ട, അവിടെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, ഒരു എഗ്രിമെന്റ് ബേസിസിൽ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരും. സെക്കൻഡ് തിങ് എന്താണ്, ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള 2-3 പേര് ഒരുമിച്ച് ആലോചിച്ചാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് അവിടെ ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. പിന്നെ എന്താണ്, ഫണ്ട് കൂടുതൽ കിട്ടും അല്ലെ. 4-5 പാർട്ട്നേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ഓരോരുത്തരും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫണ്ട് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് നഷ്ടം സഹിക്കേണ്ട, നഷ്ടം വന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് റിസ്ക് ഷെയറിംഗ് അവിടെയുണ്ട്. ആൻഡ് ദെൻ സീക്രസി അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പബ്ലിക്കിന്റെ അടുത്ത് ഇവരെന്താ ചെയ്യുന്നുള്ള പാർട്ട്നേഴ്സ് മാത്രം അറിഞ്ഞാൽ മതി. പുറത്ത് പബ്ലിക്കിന്റെ അടുത്ത് ബിസിനസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഒരു സീക്രസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് ലിമിറ്റേഷൻസ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തൊക്കെയാവാം ഇതിന്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഒന്നാമത്തെ കാര്യം അൺലിമിറ്റഡ് ലൈബിലിറ്റി അല്ലെ. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് അല്ലെ. പേഴ്സണൽ പാർട്ട്നേഴ്സ് പേഴ്സണൽ അസറ്റ് ആർ അറ്റ് റിസ്ക് ഫോർ ബിസിനസ് അല്ലെ. എന്ത് ചെയ്തോടെ, അതായത് നഷ്ടം വന്നാൽ നമ്മൾ തന്നെ സൈക്കിളായിട്ട് വരും. നമ്മുടെ പൈസ കയ്യിലുള്ള എന്ത് അസറ്റ് ആണോ അത് കൊടുത്തിട്ട് കടം നികത്തേണ്ടതായിട്ട് വരും. ആൻഡ് ദെൻ ലിമിറ്റഡ് റിസോഴ്സസ് അവിടെ എന്താണ് ലിമിറ്റഡ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ റിസോഴ്സസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അല്ലാണ്ട് പബ്ലിക്കിൽ നിന്ന് മൊത്തം നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുള്ളൂ അല്ല. അപ്പൊ റിസോഴ്സസ് അവിടെ ലിമിറ്റഡ് ആണ്. അടുത്ത കോൺഫ്ലിക്ട് പൊട്ടൻഷ്യൽ അല്ലെ. എന്താണ്, അതായത് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ പാർട്ട്നേഴ്സ് ഓരോ ആൾ വിചാരിക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന നടപ്പിലാണോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് കൂടുതലാവാനായിട്ടുള്ള ഒരു സാധ്യത പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതലാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാലോ. ഇനി തന്നെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. റിപ്പീറ്റ് ആയിട്ട് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫീച്ചേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഫീച്ചേഴ്സ് പറയുമ്പോൾ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ലീഗൽ കമ്പനി ആക്ട് 2013 അനുസരിച്ച് എന്ത് ചെയ്യണം, ലീഗലി അവർ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ കാണുന്നത്. റൈറ്റ്. ഇനി അടുത്ത കാര്യം എന്താ,
പെർപെച്വൽ സക്സഷൻ അതെന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് മെമ്പർഷിപ്പോ ഇൻസോൾവൻസി അല്ലെങ്കിൽ റെസിഗ്നേഷൻ ഓഫ് എ മെമ്പർ അൺഎഫക്റ്റീവ്. കാരണം കമ്പനി ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അയാൾ പിരിഞ്ഞു പോകുന്നതെന്ന് കരുതി കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. ഇനി കൺട്രോൾ ആരാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്? ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാണും, അതുപോലെ ഇലക്ടഡ് ഷെയർ ഹോൾഡേഴ്സ് കാണും. ഓക്കെ, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഒരു ഓണർ ഒരാൾ ഒറ്റയ്ക്കല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടപ്പിലാകുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താ, ലയബിലിറ്റി. ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട്. അല്ലെ, അവർ എത്രയാണോ ഷെയർ ഇട്ടത് അത് കഴിഞ്ഞ് ബാക്കി എത്ര അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടോ, ഓരോ ആളും എത്ര ഷെയർ ഇട്ടോ, അതായത് 10ൽ 7 ഷെയർ ഇട്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി ടുവേഴ്സ് ദാറ്റ് ബിസിനസ് എന്താ, ബാക്കി 3%. ഓക്കെ, എത്രയാണോ അൺപെയ്ഡ് എമൗണ്ട് അതിനോട് ലിമിറ്റഡ് ആണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ബിസിനസ്സിന് ഒരു കോമൺ സീലുകൾ, അല്ലെ, എന്ത് ഡോക്യുമെന്റ് ആണെങ്കിലും അത് വെരിഫൈ ചെയ്യേണ്ട ഓരോ ബിസിനസ്സിനും ബിസിനസ്സിനേതായ സീലുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് അവിടെ നിലകൊള്ളുന്നത്. അടുത്ത കാര്യം എന്താ, റിസ്ക് ബിയറിംഗ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് എ ലാർജ് ഗ്രൂപ്പ്. അല്ലെ, അപ്പൊ ഇതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത്, ആരൊക്കെ ഷെയർ മേടിച്ചോ അവരെല്ലാം അതിന്റെ റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ 1-2 വ്യക്തികളല്ല, ഷെയർ എത്ര പേർക്കുണ്ടോ അത്രയും പേരാണ് എന്ത് ചെയ്യുന്നത്, ആ റിസ്കിൽ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇനി അവിടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും പഠിച്ചല്ലേ. അപ്പൊ നമുക്ക് എക്സാമിന് 2020 ചോദിച്ചാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കണം, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങളോട് ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ചോദിച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചെങ്കിലും, ഇല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ ഡിമെറിറ്റ്സ് ആണ് ചോദിച്ചത്, എന്ത് ചോദിച്ചാലും ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പൊ ഫീച്ചേഴ്സ് ചോദിച്ചാലും മെറിറ്റ്സ് ചോദിച്ചാലും ഡിമെറിറ്റ്സ് ചോദിച്ചാലും ഡിഫറൻസ് ചോദിച്ചാലും എഴുതാം. ഓക്കെ, അപ്പൊ മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 5 മാർക്ക് ക്വസ്റ്റൻ ആണ് 5 മാർക്കിലാക്കുക, 8 മാർക്ക് ക്വസ്റ്റൻ ആണ് 8 മാർക്കിൽ അത് എഴുതുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെമ്പേഴ്സ്. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര വേണം, മിനിമം 2 മെമ്പേഴ്സ് മതി, മാക്സിമം എത്ര പേരാണ്, 200 വരെ പറ്റുള്ളൂ. പബ്ലിക് കമ്പനിയിലോ മിനിമം 7, മാക്സിമം മെമ്പേഴ്സ് ഇസ് അൺലിമിറ്റഡ്, എത്ര മെമ്പേഴ്സ് വേണമെങ്കിലും അതിലാകാനായിട്ട് പറ്റും അല്ലെ. ഇനി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, പബ്ലിക് കമ്പനിയിൽ എത്രയാണ്, 3 പേരാണ് വരുന്നത്. അപ്പൊ പ്രൈവറ്റ് കമ്പനിയിലോ 2 പേരാണ് വരുന്നത്. ഇനി ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ് അതായത് എത്ര പേര് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പബ്ലിക് കമ്പനിയിൽ കമ്പൽസറി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യണം. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ അതിന്റെ ആവശ്യമുണ്ടോ, അതിന്റെ ആവശ്യമില്ല, നോട്ട് കമ്പൽസറി. ട്രാൻസ്ഫർ ഓഫ് ഷെയർ നോ റെസ്ട്രിക്ഷൻസ്. പബ്ലിക് കമ്പനിയിൽ അപ്പൊ അതായത് നമ്മളിപ്പോ ട്രേഡ് മാർക്കറ്റിലേക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ വാങ്ങാം, ആർക്ക് വേണമെങ്കിലും വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അവിടെ ഒരു റെസ്ട്രിക്ഷനും വരുന്നില്ല. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ ഷെയർ വാങ്ങിച്ചിട്ട് നമുക്ക് തോന്നുന്ന പോലെ വിൽക്കാൻ പറ്റുമോ, ഇല്ല, അവിടെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇൻവിറ്റേഷൻ ടു പബ്ലിക്, അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക് കമ്പനിയിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിനെ മുഴുവൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഷെയർ വാങ്ങാനായിട്ട്. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെ ഷെയർ ആങ്ങളാവുന്ന മേടിച്ചോളൂ ആർക്ക് വേണമെങ്കിലും ഷെയർ കൊടുക്കുമോ, ഇല്ല, അവിടെ എന്തുണ്ട്, അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പബ്ലിക്കിനെ അവിടെ ഇൻവൈറ്റ് ചെയ്തില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഡിഫറൻസ് കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ അതാണ് എന്ത് ചെയ്യുന്നത്, ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, എന്ത് ചെയ്യുന്നുണ്ട്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും പഠിച്ചു വെക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ഒരു എസ്എ ക്വസ്റ്റ്യൻ ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആണ്. ഇനി ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, ബിസിനസ് സർവീസ് എന്ന് വെച്ചാൽ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ആയി പല വർഷങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് നമുക്ക് അതിനകത്ത് ഇൻഷുറൻസ് പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓക്കെ നോക്കി, ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 അല്ലെങ്കിൽ 5 എടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതാനായിട്ടാവാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു 4 പ്രിൻസിപ്പിൾസ് എഴുതാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിക്കുക. അതിന് മുമ്പ് എന്തുകൂടെ പഠിക്കണം, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് കൂടി പഠിക്കണം. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് വെച്ചാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്. നമ്മുടെ ഇപ്പോൾ ഒരു 100 രൂപ നമുക്ക് കിട്ടി അല്ലെ, നമ്മളിപ്പോൾ പൈസ സൂക്ഷിക്കണം എന്നുള്ളത്, അതിനകത്ത് ഒരു 50 രൂപ നമ്മൾ എന്താണ്, നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. എന്നിട്ട് ഡിപ്പോസിറ്റ് വെറുതെ വാങ്ങുകയാണോ ചെയ്യുന്നത്, എന്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും, പലിശ അവിടെ കൊടുക്കും, റൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ, ലെൻഡിങ് ഓഫ് ഫണ്ട് തിരിച്ചു കൊടുക്കുക അല്ലെ. അതായത് പൈസ മേടിച്ചിട്ട് പൈസ മൊത്തം സൂക്ഷിച്ച് ബാങ്ക് വെക്കുകയാണോ ചെയ്യുന്നത്, അല്ല, ആർക്കാണോ ഈ പൈസക്ക് ആവശ്യമുള്ളത് അവർക്ക് അതിലും ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും, ബാങ്ക് പൈസ കൊടുക്കും. അതാണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, വേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ലോൺ ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്.
ഇനി അടുത്ത ചെക്ക് ഫെസിലിറ്റീസ് അല്ലെ, നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടു, നമുക്ക് വേറൊരാൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ, നമുക്ക് ചെക്ക് ആയിട്ട് കൊടുക്കാം. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് ആരാണോ അവർക്ക് ആ ക്യാഷ് അവിടെ കൊടുത്തു. അപ്പൊ ചെക്ക് ഫെസിലിറ്റീസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Now remittance of fund അല്ലെ, ബാങ്ക് ഫെസിലിറ്റീസ് ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ ഡ്രാഫ്റ്റ്, പേ ഓർഡർ ആൻഡ് മെയിൽ ട്രാൻസ്ഫർ അല്ലെ. ഇത് വേറൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് നമ്മൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്ക് വഴിയാണ് ഈ ട്രാൻസ്ഫേഴ്സ് നടത്തുന്നത്. അടുത്ത കാര്യം എന്താണ്, അലൈഡ് സർവീസസ്. ബാങ്ക് ഓഫർ സർവീസസിലേക്ക് ബിൽ പേയ്മെന്റ്, ലോക്കർ ഫെസിലിറ്റീസ്, അണ്ടർ റൈറ്റിംഗ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഷെയർസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യണം. അതായത് നമ്മളിപ്പം ഇലക്ട്രിസിറ്റി ബിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോക്കർ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, നമ്മൾ സാധനങ്ങൾ നമ്മൾ ഗോൾഡ് കാര്യങ്ങൾ നമ്മൾ വെക്കാറുണ്ട്, ബിൽ പേയ്മെന്റ് അല്ലെ, ഇലക്ട്രിസിറ്റി പേയ്മെന്റ് ഒക്കെ നമ്മളിപ്പം യൂഷ്വലി ബാങ്ക് വഴി ഗൂഗിൾ പേ വഴിയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർവീസസ് എല്ലാം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം അടുത്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ, അതായത് ഒരു ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെ. ഇൻഷുറർ ആയിക്കോട്ടെ അതുപോലെ ഇൻഷുർഡ് മെമ്പർ ആയിക്കോട്ടെ, രണ്ടുപേരും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ അല്ലെ, എന്ത് ചെയ്യണം, അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ബോത്ത് ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് മസ്റ്റ് ആക്ട് ഇൻ എ ഗുഡ് ഫെയ്ത്ത് വിത്ത് ഫുൾ ഡിസ്ക്ലോഷർ. രണ്ടാമത്തെ കാര്യം എന്താ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് അല്ലെ, ഇൻഷുർഡ് മസ്റ്റ് ഹാവ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ്. രണ്ടുപേർക്കും എന്ത് ചെയ്യണം, അതിലൊരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, ആ ഫിനാൻഷ്യൽ സൈഡ് രണ്ടാൾക്കാരും കംപ്ലീറ്റ്ലി അവിടെ സംസാരിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഒരാൾക്ക് നഷ്ടം വരെ എന്ന രീതിയിലാവരുത് മറ്റൊരാൾ ബിഹേവ് ചെയ്യുന്നത്. രണ്ടുപേരും എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, രണ്ടുപേരുടെയും കാര്യത്തിൽ എന്ത് ചെയ്യണം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലായിരിക്കണം പോകുന്നത്. ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം മറ്റൊരാൾക്ക് വരാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കരുത്, അതിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാണിക്കണം. അടുത്തത് ഇൻഡെമിനിറ്റി ഇൻ ദ ഇൻഷുറൻസ് കോൺട്രാക്ട് ലൈക്ക് ഫയർ ഓർ മറൈൻ അല്ലെ, ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറൈൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ, അവർ നമുക്ക് എത്ര രൂപയാണോ നഷ്ടം വരുന്നത് ആ എമൗണ്ട് ആണ് നമ്മൾ അവിടെ റീപേ ചെയ്തത്. 10 ലക്ഷമാണ് 10 ലക്ഷം. പക്ഷെ ലൈഫിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ജീവൻ അങ്ങനെ വിലയിടാനായിട്ട് പറ്റുമോ, ഇല്ല. നമ്മൾ എത്ര എമൗണ്ട് ആണോ ജോയിൻ ചെയ്തത് ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, ഇൻഷുറൻസിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എമൗണ്ട്. അല്ലാണ്ട് നമുക്ക് അവിടെ 10 ലക്ഷത്തിന് നഷ്ടം വന്നുകൊണ്ട് 10 ലക്ഷം നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അപ്പൊ ലൈഫിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറൈൻ ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടമാണ് വന്നത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, അത് ലൈഫ് ഇൻഷുറൻസിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ആപ്ലിക്കബിൾ ആവുന്നില്ല. ഇനി അടുത്തത് പ്രോക്സിമേറ്റ് കോസ്റ്റ്. പ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പൻസേറ്റ് ഓൺലി ഫോർ ദ ലോസ് കോസ്റ്റ് ബൈ ദ റിസ്ക് ഇൻ ദ പോളിസി അല്ലെ. നമ്മളെ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന റിസ്ക്, ഇതിനെ പോലെ നഷ്ടം വന്നു, അത് മാത്രം ആ പോളിസി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അവിടെ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, പോളിസി പറയാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് കമ്പനീസിക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അടുത്ത കാര്യം എന്താ, സബോർഗേഷൻ. സബോർഗേഷൻ എന്താ, ഇത് ഇൻഷുറർ ഗെയിൻ ദ റൈറ്റ് ടു റിക്കവർ ദ ലോസ് ഫ്രം ദ തേർഡ് പാർട്ടി അല്ലെ. ഇൻഷുറർ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒന്നും, അല്ലെങ്കിൽ ആ ജീവൻ പറഞ്ഞു അവിടെ എമൗണ്ട് കൊടുത്തു, പക്ഷെ ഈ പറയുന്ന തേർഡ് പാർട്ടി ആ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ആ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഡാമേജിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ട് ഇൻഷുററിന് അവിടെ അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താ, കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മൾട്ടിപ്പിൾ പോളിസീസ്, ഒരാൾ തന്നെ 2-3 ലൈഫ് ഇൻഷുറൻസ് എടുത്തെന്ന് വെച്ചോ, അപ്പൊ എല്ലാം കൂടെ കിട്ടുമോ, ഇല്ല. ഇൻഷുറൻസ് സ്റ്റേ ദ കോമ്പൻസേഷൻ പ്രൊപ്പോർഷനലി. എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് ആ ഒരു എമൗണ്ട് കോമ്പൻസേഷൻ എന്താണ് അവർ പ്രൊപ്പോർഷനലി ഷെയർ ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ഇതിൽ ഇവിടുന്ന് നഷ്ടം, ഇവിടുന്ന് കുറച്ച് നമ്മൾ എമൗണ്ട് മേടിച്ചു, അടുത്തടുത്ത് നഷ്ടം നമ്മൾ എമൗണ്ട് മേടിച്ചു, അങ്ങനെ പരിപാടിയില്ല. എന്താ അവിടെ ചെയ്യുന്നത്, അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു കോമ്പൻസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ mitigation. The insured must take reasonable steps to minimize damage or loss to insured property. എന്താ ചെയ്യുന്നത്, മസ്റ്റ് ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് അല്ലെ. എന്ത് ചെയ്യുന്നത്, ഇത് നഷ്ടം വരുത്താൻ വേണ്ടി എന്ത് ചെയ്യരുത്, ഒരിക്കലും പരിശ്രമിക്കരുത്. ഇപ്പൊ ഒരു ഫയർ ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റു ഇൻഷുറൻസ് പോലെ ലൈഫ് ഇൻഷുറൻസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നഷ്ടം വരുത്താനായിട്ട് എന്ത് ചെയ്യരുത്, അവിടെ ശ്രമിക്കരുത്. ഓക്കെ, മസ്റ്റ് ടേക്ക് റീസണബിൾ സ്റ്റെപ്സ് ടു മിനിമൈസ്. ആ നഷ്ടം എന്ത് ചെയ്യണം, നികത്താനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യണം. ഓക്കെ, now next on chapter 7, formation of a company. Okay, formation of company വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് മെസ്സേജ് ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2018 മാത്രമല്ല പല വർഷങ്ങളും റിപ്പീറ്റ് ആയി കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു 2018-19 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സമയത്തെ ക്വസ്റ്റ്യൻ നോക്കാന്നുള്ളത്. കാരണം എന്താ, കൊറോണ ടൈമിൽ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെ. അപ്പൊ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ ഒരു സമയത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഈസി രീതിയിലാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പത്തെ ഒരു 18, 19, 17 ആ സമയത്ത് അത്യാവശ്യം നല്ല ടഫ്
ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ആൻഡ് ദെൻ നൗ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേണിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 17, 18, 19 ക്വസ്റ്റ്യൻസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് ആവില്ല ചോദിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തിട്ട് ആൻസർ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ഡെഫിനറ്റ്ലി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയാൽ പോകുന്നത് 8 മാർക്കാണ് എന്ന കാര്യം ഇത് മറക്കരുത്. ഓക്കെ, നൗ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്. ഗിവ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്റ്റെപ്സ്. ഓക്കെ, ഒരു കമ്പനിയുടെ ഫോർമേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്, പ്രൊമോഷൻ. ആദ്യം നമുക്കൊരു ബിസിനസ് ഐഡിയ വേണം. വെറുതെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും അല്ല, ബിസിനസിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു പ്ലാൻ വേണം. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡിയ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ വേണം. അതിനുശേഷം പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യണം, ഈ ഐഡിയ കൺവിൻസ് ചെയ്യണം. ഹയർ പ്രൊഫഷണൽസ്, നമുക്ക് വേണ്ട ആളുകളെ നമ്മളവിടെ ഹയർ ചെയ്യണം. ആൻഡ് ദെൻ വേണ്ട നെസസറി ഡോക്യുമെന്റ്സ് നമ്മളവിടെ പ്രിപ്പയർ ചെയ്യണം അല്ലെ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് അത് പഠിച്ചിരിക്കണം ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടത്. ഓക്കെ, ചിലപ്പോൾ അത് മാത്രമായിട്ടും എന്ത് ചെയ്യാം, 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, മിസ് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവിലായിരിക്കും കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, 7 മണിയുടെ ലൈവിന് കൃത്യം എത്തുക. ഇതിപ്പോ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ഇൻകോർപ്പറേഷൻ. രണ്ടാമത്തെ കാര്യം എന്താ, ഇൻകോർപ്പറേഷൻ. എന്ത് ചെയ്യണം, കമ്പനി രജിസ്റ്റർ ചെയ്യണം അല്ലെ. ആക്ഷൻ ഈസ് ഫിൽഡ് വിത്ത് എ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. എന്ത് ചെയ്യണം, കമ്പനി രജിസ്റ്റർ ഓഫ് ദ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട് അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇൻകോർപ്പറേഷൻ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ അല്ലെ. ഒരു പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ രജിസ്റ്റർ ചെയ്തു, നമ്മളൊരു കമ്പനി ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം അല്ലെ. എന്ത് ചെയ്യണം, അത് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് പബ്ലിക്കിന് വിട്ടുകൊടുത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് എന്ത് വേണം, സെബിയുടെ അപ്രൂവൽ വേണം. ഫില്ലിംഗ് പ്രോസ്പെക്ടസ് വിത്ത് ROC ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഇന്റർമീഡിയറ്റ്സ്. അതായത് ബ്രോക്കറിനെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് വരും. എൻഷുർ മിനിമം സബ്സ്ക്രിപ്ഷൻ മെറ്റ് അപ്ലൈ ഫോർ ലിസ്റ്റിംഗ് അല്ലെ. മിനിമം സബ്സ്ക്രിപ്ഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ലിസ്റ്റിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യും. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം വേണം. സെബിയുടെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അപ്രൂവൽ വേണം. ഇതെല്ലാം ശേഷം എന്ത് ചെയ്യണം, നമ്മൾ എക്സസ് മണി ഉണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇഷ്യൂ അലോട്ട്മെന്റ് ലെറ്റേഴ്സ്. അതിനുശേഷം അലോട്ട്മെന്റ് ലെറ്റേഴ്സ് ഇഷ്യൂ ചെയ്യും. ആൻഡ് ഫയൽ എ റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്. എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് അവിടെ ഫയൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി പബ്ലിക് കമ്പനി ഫോം ചെയ്യാനായിട്ട്. ഓക്കെ, എക്സാം ചോദിക്കുന്ന ഫോർമേഷൻ ഓഫ് എ പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ മാർക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. മെയിൻ ആയിട്ട് ഈ പോയിന്റ്സ് വന്നിട്ടുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. ഓക്കെ, യെസ്. Now sources of business finance. ഇതിനും എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഓക്കെ, ഇതിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇത് മാത്രമാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതൊക്കെ എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ കൂടുതലും നമുക്കൊരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ബാക്കി 3 ചാപ്റ്റേഴ്സ് എന്നാണ് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആൻഡ് ഇതൊന്നും എന്ത് ചെയ്യുക, ഇനി എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ എളുപ്പമാണ്. 3 മാർക്ക് 4 മാർക്കിന് പഠിച്ച രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയാൽ മതി. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, എന്ത് ചെയ്യുന്നത്, വേരിയസ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ റീറ്റെയിൻ ഏർണിങ്സ്, ബിസിനസ്സിൽ തന്നെ കിട്ടുന്ന പ്രോഫിറ്റ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നാമത്തെ കാര്യമാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ബിസിനസിന്റെ തന്നെ ഇക്വിറ്റി ക്യാപിറ്റൽ മേടിക്കുന്ന ബിസിനസിന്റെ ഓണർ ആയിട്ട് അവിടെ മാറുക ചെയ്യുന്നത്. ഇനി പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർ മേടിക്കുമ്പോൾ എന്താണ്, അതായത് പ്രിഫറൻസ് ഷെയർ മേടിക്കുന്ന കമ്പനിക്ക് എന്ത് ചെയ്തില്ല, വോട്ടിംഗ് റൈറ്റ് അവിടെ കിട്ടുന്നില്ല. പകരം എന്താണ് കിട്ടുന്നത്, ഡിവിഡൻഡ് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. എല്ലാം വന്ന് എന്ത് ചെയ്യുന്നില്ല, ഡിവിഡൻഡ് കിട്ടും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നോ വോട്ടിംഗ് റൈറ്റ്, അവിടെ വോട്ടിംഗ് റൈറ്റ് ഇല്ല. പിന്നെന്താണ് ഡിബഞ്ചേഴ്സ് നമ്മൾ അവിടെ കൊടുക്കാറില്ല. അപ്പൊ ഡിബഞ്ചേഴ്സ് എന്താ, കടപ്പത്രം കൊടുക്കുകയാണ്. അവിടെ എന്ത് ചെയ്തില്ല, കമ്പനിയുടെ ഓണർഷിപ്പ് അവിടെ കിട്ടുന്നില്ല. പകരം എന്ത് ചെയ്തിട്ട് കമ്പനിയിൽ നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എല്ലാ മാസവും കിട്ടുന്നത്. പിന്നെ അതാണ് ലോൺസ് ഫ്രം ബാങ്കുകളിൽ നമ്മൾ ലോൺ എടുക്കുന്നു. അതുപോലെ തന്നെ ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലോൺസ് എടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ പബ്ലിക് ഡിപ്പോസിറ്റ്. അടുത്ത എന്താണ് ചെയ്യുന്നത്, പബ്ലിക് ഡിപ്പോസിറ്റ് അല്ലെ. പബ്ലിക്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് എന്ത് ചെയ്യാറുണ്ട്, കളക്ട് ചെയ്യാറായിട്ടുണ്ട്. ആൻഡ് ദെൻ ലീസ് ഫിനാൻസിങ്, അതായത് നമ്മൾ സാധനങ്ങൾ കടം മേടിക്കാറുണ്ട് അല്ലെ. കുറച്ച് നാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കടം മേടിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ചാൽ എന്താണ്, 60 to 90 days ആണ് മാക്സിമം വരുന്നത്. ഷോർട്ട് ടൈമിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ
അടുത്തെന്താ ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? തേർഡ് പാർട്ടി ഏൽപ്പിക്കുക. ഇത് ബിസിനസ്സിന് തന്നെ പൈസയാണ്. ആ പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി, ബിസിനസ്സിൽ നിന്ന് കുറെ ആൾക്കാർ കടം മേടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എമൗണ്ട് കിട്ടാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടിയിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. ആ തേർഡ് പാർട്ടി നമുക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയുമാണ് എസ് എ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാനായിട്ട് നമുക്ക് സാധ്യതയുള്ള ഈ ക്രിസ്മസ് എക്സാമിൽ നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അപ്പൊ ഈ ചോദ്യങ്ങളും ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ. നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി പഠിക്കാൻ, കാരണം അതിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആൻസേഴ്സ് ചെയ്യാനായിട്ട് എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസറും എഴുതണം എന്നുള്ള രീതിയിൽ ഈ പോയിന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാക്കണം. അപ്പൊ കൃത്യമായിട്ട് ഈ ആൻസേഴ്സ് പഠിക്കുക. കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇതുപോലെ ഏതൊക്കെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കും എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ ലൈവിന് എത്താൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ട് നാളത്തെ എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് കൃത്യം 7 മണിക്കാണ് നമ്മുടെ ലൈവിൽ എത്തുക. ഓക്കെ, താങ്ക് യു.